ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയൊരു യൂണിറ്റ് ഇന്ന് തുടങ്ങുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 3-ലെ 3ാം സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ടൈറ്റിൽ നോക്കാം. ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐക്യം, അതായത് ഒത്തൊരുമ എന്നൊക്കെ നമ്മൾ പറയില്ല, എല്ലാവരും കൂടി ഉള്ളൊരു ഒത്തൊരുമ, ഐക്യത്തിൽ മുന്നേറുന്ന ആ ഒരു അവസ്ഥയെയാണ് ഇൻ ഹാർമണി എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ആ ലെസൺ തുടങ്ങുമ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ കാക്കകൾ കൂട് വെച്ചിട്ടുണ്ട്. അതിന് താഴെ കുറച്ച് നായ്ക്കുട്ടികളിങ്ങനെ ഇരിക്കുന്നതായിട്ട്. അപ്പോൾ എല്ലാവരുടെയും നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ഐക്യമുണ്ട് അല്ലേ, ഒരു ഒത്തൊരുമയുണ്ട് അവിടെ. മൃഗങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കിടുന്ന ഒരു രീതിയൊന്നും നമ്മളവിടെ കാണുന്നില്ല. എല്ലാവരും സന്തോഷത്തിലാണ് കഴിയുന്നത്. ഇനി ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നതിന് മുന്നേ മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യം, ഒരു വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ്സിനെ പറ്റിയാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, നമ്മൾ ചിന്തിക്കുന്നതും, വാട്ട് യു സേ, നമ്മൾ പറയുന്നതും, ആൻഡ് വാട്ട് യു ഡു, നമ്മൾ ചെയ്യുന്നതും. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ആർ ഇൻ ഹാർമണി. ഇത് മൂന്നും ഒരേ ഐക്യത്തിൽ ആണെങ്കിൽ, ഒത്തൊരുമയിലാണെങ്കിൽ അതിനെ നമ്മൾ സന്തോഷം എന്ന് വിളിക്കും. അവിടെയാണ് സന്തോഷമുള്ളത്. അതായത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, നമ്മളൊരു കാര്യം പറയുന്നു, പക്ഷേ ചെയ്യുന്നത് വേറെ രീതിയിൽ. നമ്മൾ പറയുന്ന കാര്യത്തിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നത് അതാണ്. ഇനി നമുക്ക് ആ പാഠത്തിലേക്ക് കടക്കാം. കർട്ടൻ റേസ്. ആദ്യമേ തന്നെ ഒരു ചോദ്യമാണ് കൊടുത്തേക്കുന്നത്. ഹൂ ആർ ഹിഡൻ ഇൻ ദിസ് പിക്ചർ, ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. ഹൂ ആർ ഹിഡൻ. ഹിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിഞ്ഞിരിക്കുക. ഇൻ ദിസ് പിക്ചർ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആരെല്ലാമാണ്? ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കുക, ആൻഡ് കളർ ദം, അവയ്ക്ക് നിറം കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ചിത്രത്തിൽ കുറച്ച് മൃഗങ്ങളുണ്ട്, കുറച്ച് ജീവികളുണ്ട്. അവയെ കണ്ടുപിടിച്ച് നിറം കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കൂട്ടുകാരത് സ്വയം ചെയ്ത് നോക്കണം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജീവികളൊക്കെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, ഇവിടെ ഒരു പക്ഷിയുണ്ട്, ഇവിടെ ഒരു മൃഗമാണുള്ളത്. ഇത് കുറുക്കനോ മറ്റോ ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഒരു ചിത്രശലഭമുണ്ട്. ഇനി നിങ്ങളതൊന്ന് കളർ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ ഇനി ഏതെങ്കിലും ജീവികൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്കതിനെയും കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഒരു ചെറിയൊരു കഥയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റോക്കി ദ പപ്പി. റോക്കി എന്ന പേരുള്ള പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗിൻ്റെ കുഞ്ഞിനെയാണ് നമ്മൾ പപ്പി എന്ന് വിളിക്കുന്നത് അല്ലേ. ചെറിയ പട്ടിക്കുട്ടിയെ നമ്മൾ പപ്പി എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ. അപ്പോൾ പപ്പിയുടെ പേരാണ്, അല്ലെങ്കിൽ ആ ചെറിയ നായ്ക്കുട്ടിയുടെ പേരാണ് റോക്കി. അപ്പോൾ റോക്കി എന്ന് പറയുന്ന പട്ടിക്കുട്ടിയാണ് ഈ കഥയിലെ മെയിനായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഓരോ പാരഗ്രാഫായിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചു നോക്കാം. Rocky the puppy was resting under a tree. He had just enjoyed a yummy meal. Bees buzzed around his head. Please don't irritate me. Rocky closed his eyes. Slowly he fell asleep. A crow was watching everything. She flew around the bees. Rocky woke up. Don't annoy me, he said. ഇതാണ് നമ്മൾ വായിച്ച പാരഗ്രാഫ്. നമുക്കിതിൻ്റെ വരികളുടെ അർത്ഥം നോക്കാം. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന പേരുള്ള നായ്ക്കുട്ടി ഒരു മരത്തിൻ്റെ താഴെ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, റെസ്റ്റ് ചെയ്യുകയായിരുന്നു. അത് ചുമ്മാ വിശ്രമിക്കുകയായിരുന്നു. റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ്. അവൻ ജസ്റ്റ് എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ആസ്വദിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് അവൻ ആസ്വദിച്ച് കഴിഞ്ഞത്? എ യമ്മി മീൽ. യമ്മി എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ളൊരു ആഹാരം, സദ്യ. അവനിപ്പോൾ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ നായ്ക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ഒരു ഭക്ഷണം അവനിപ്പോൾ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം അവൻ ഒരു മരത്തിൻ്റെ താഴെ വിശ്രമിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ബീസ് ബസ്റ്റ് അറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ. തേനീച്ചകൾ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ മൂളുന്ന സൗണ്ടില്ലേ, അതിനെയാണ് പറയുന്നത്. തേനീച്ചകൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും, ഹെഡ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ചുറ്റും മൂളി നടക്കുകയായിരുന്നു. അപ്പോൾ അവന് ഈ തേനീച്ചകളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് അവന് വിശ്രമിക്കാൻ പറ്റുന്നില്ല, അവനൊന്നും ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ്, അവൻ പറയാണ്, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ശല്യപ്പെടുത്തരുതേ. ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശല്യപ്പെടുത്തുക. എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയാണ്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്പ്. പതിയെ അവൻ ഉറങ്ങാൻ തുടങ്ങി. ഹി ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ, ഫെൽ അസ്ലീപ്പ് എന്ന് പറയുന്നത് ഉറങ്ങുക എന്നാണ് അർത്ഥം. സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ അവൻ ഉറങ്ങാൻ തുടങ്ങി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ഒരു കാക്ക ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുക. അപ്പോൾ ഒരു റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി ഒരു മരത്തിന് താഴെ വിശ്രമിക്കാൻ നിൽക്കുന്നതും അവൻ്റെ ചുറ്റിനും തേനീച്ചകൾ വന്ന് ബഹളം വെച്ചപ്പോൾ അവന് ഉറങ്ങാൻ കഴിയാത്തതൊക്കെ ഒരു കാക്ക അതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഷി ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൾ എന്ത് ചെയ്തു? വേഗം പറന്ന് വന്നിട്ട്, ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്ന് വരിക, അറൗണ്ട് ദ ബീസ്. അവൾ ആ തേനീച്ചകൾക്ക് ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി വോക്കപ്പ്. അപ്പോൾ തന്നെ റോക്കി എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. എന്നെ ശല്യപ്പെടുത്തല്ലേ അവൻ പറയാണ്. ഓക്കെ, റോക്കി പറയാണ്. വാട്ട് വിൽ റോക്കി ഡു? ഇതാണ് ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കണ്ടത്? ഒരു റോക്കി എന്ന് പറഞ്ഞ പപ്പിയുണ്ട്. ഇന്ന് താഴെ വിശ്രമിക്കുന്ന സമയത്ത് തേനീച്ചകൾ വന്ന് അവനെ ശല്യപ്പെടുത്തുന്നു. അതെല്ലാം കണ്ടൊരു കാക്ക നിൽക്കുന്നു. കാക്ക അത് കണ്ടപ്പോൾ പറന്ന് തേനീച്ചകൾക്ക് ചുറ്റും വന്ന് പറക്കാൻ തുടങ്ങി. ഇപ്പോൾ റോക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയാണ്. വാട്ട് വിൽ റോക്കി ഡു? എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റോക്കി എന്തായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ നല്ലൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ ശല്യപ്പെടുത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവരോട് ദേഷ്യപ്പെടും അല്ലേ? അപ്പോൾ റോക്കി ഫെൽറ്റ് ആങ്കർ. ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ആങ്കർ എന്നുള്ളതാണ് അർത്ഥം. റോക്കിക്ക് ദേഷ്യം വന്നു. റോക്കി ഫെൽറ്റ് ആങ്കർ. എന്നിട്ട് നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി കിടക്കും അല്ലേ? അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ റോക്കി ചെയ്തിട്ടുണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഉത്തരമായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോക്കി മൂവ് ടു അനദർ പ്ലേസ് എന്ന് പറയാം. റോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ദ ചേസ് എന്നുള്ളതാണ് അടുത്ത അതേ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തിൻ്റെ പേര്. അതും ഒരു പാരഗ്രാഫായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്കത് വായിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൈറ്റിൽ ദ ചേസ്. അപ്പോൾ ചേസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ചേസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പിന്തുടരുക, വേട്ടയാടുക, അതായത് ഒരാളെ ഓടിച്ചിട്ട് പിടിക്കുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. ഈ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അവിടെ പുറകെ ഓടും അല്ലേ? അതുപോലെ ദ ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക അല്ലെങ്കിൽ വേട്ടയാടുക, ഓടിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. Rocky saw a cat chasing a squirrel. He thought of having some fun. He chased the cat. "Leave me, let me catch the squirrel," the cat hissed at him. By then, the squirrel had climbed up a tree. "Chill, chill, chill," it mocked the cat. The cat also climbed up. Rocky stood below and looked at the cat. അപ്പോൾ ഇതാണ് അടുത്ത പാരഗ്രാഫ്. ദ ചേസ് എന്നുള്ളതാണ് ടൈറ്റിൽ. ടൈറ്റിലിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓരോ വരികളുടെ അർത്ഥം നോക്കാം. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിരൽ. അപ്പോൾ റോക്കി എന്ന് പറയുന്ന ആരാണ്? നമ്മൾ കണ്ടു, പപ്പി, നായ്ക്കുട്ടി അല്ലേ? നായ്ക്കുട്ടി എന്താ കണ്ടത്? സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിരൽ. ഒരു പൂച്ച ഒരു അണ്ണാനെ ചേസ് ചെയ്യുന്നത്, പിന്തുടരുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ പിക്ചേഴ്സും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറി കുറച്ചും കൂടി ക്ലിയർ ആവും.
അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ കണ്ടില്ലേ പപ്പി, റോക്കി എന്ന് പറഞ്ഞ പപ്പിയുണ്ട്. കുറച്ച് തേനീച്ചകളുണ്ട്. അവൻ ഉറങ്ങുന്ന സമയത്ത് ഈ തേനീച്ചകൾ വന്ന് ശല്യപ്പെടുത്തുന്നതായിട്ടല്ലേ കഥയിൽ പറയുന്നത്. അപ്പോൾ തേനീച്ചകളുടെ ചിത്രം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ട് ആരാണ് മേളിൽ നിന്നത്? കാക്ക അല്ലേ? അപ്പോൾ കാക്ക അത് കണ്ടിട്ട് താഴേക്ക് പറന്നു വരുന്നത് ആണ് കഥയിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗത്തിൻ്റെ ടൈറ്റിലാണ് ദ ചേസ്. ദ ചേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്തുടരുക, വേട്ടയാടുക, ഓടിക്കുക. നമ്മൾ ഈ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ ഓടുന്നതിൻ്റെ പുറകെ ഓടി അവരെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെയാണ് ചേസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. Rocky saw a cat chasing a squirrel. He thought of having some fun. He chased the cat. "Leave me, let me catch the squirrel." The cat hissed at him. By then, the squirrel had climbed up a tree. "Chill, chill, chill," it mocked the cat. The cat also climbed up. Rocky stood below and looked at the cat. അപ്പോൾ ഇത്രയാണ് അടുത്ത പാരഗ്രാഫ്. ഇനി നമുക്കിതിൻ്റെ ഓരോ വരികളുടെ അർത്ഥം നോക്കാം. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. റോക്കി എന്ന് പറഞ്ഞ പപ്പി കണ്ടു. എന്താണ് കണ്ടത്? സോ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടു. ഒരു കാറ്റ്, ഒരു പൂച്ച, ഒരു അണ്ണാനെ, സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അണ്ണാൻ. ഒരു അണ്ണാനെ ചേസ് ചെയ്യുന്നത്, പിന്തുടരുന്നത്, ഓടിക്കുന്നത് അല്ലെങ്കിൽ വേട്ടയാടുന്നത് കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പോൾ റോക്കി ചിന്തിക്കുകയാണ്. അവൻ തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അവൻ ചിന്തിച്ചു കുറച്ച് തമാശ ഒപ്പിക്കാം. സം ഫൺ, ഫൺ എന്ന് പറഞ്ഞാൽ തമാശ. അപ്പോൾ റോക്കി ചിന്തിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തമാശ ഒപ്പിക്കണമല്ലോ. എന്നിട്ട് റോക്കി എന്താ ചെയ്തത്? ഹി ചേസ്ഡ് ദ കാറ്റ്. റോക്കി വേഗം എന്ത് ചെയ്തു? ഈ പൂച്ചയെ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ പൂച്ച ആരെയാണ് ഓടിച്ചത്? അണ്ണാനെ. ആ പൂച്ചയെ ഓടിക്കാൻ വേണ്ടി ചെന്നത് ആരാണ്? റോക്കി എന്നുള്ള നായ്ക്കുട്ടി. അപ്പോൾ കാറ്റ് പറയാണ് കേട്ടോ, ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. കാറ്റ് എന്താണ് പറയുന്നത്? ലീവ് മീ, എന്നെ വിടൂ, എന്നെ വെറുതെ വിടൂ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ഞാൻ ആ അണ്ണാനെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് പൂച്ച. ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇൻവേർട്ടഡ് കോമ അല്ലെങ്കിൽ ഈ പറയുന്ന മേളിൽ കാണുന്ന ഈ 2 കോമയുടെ ഉള്ളിൽ വരുന്ന വാക്യങ്ങൾ എപ്പോഴും ആരെങ്കിലും പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇതാര് പറഞ്ഞതാണ്? ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ എന്നുള്ളത് കാറ്റ് പറഞ്ഞതാണ്. അപ്പോൾ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. ആ പൂച്ച എന്ത് ചെയ്തു? അവൻ്റെ അടുത്ത് ഹിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബഹളം വെച്ചിട്ട് പറഞ്ഞു. പൂച്ച ആരോടാണ് ബഹളം വെച്ചത്? പപ്പിയുടെ അടുത്ത്. റോക്കി എന്ന് പറഞ്ഞ പപ്പിയുടെ അടുത്ത്. ബൈ ദെൻ, അപ്പോഴേക്കും എന്താണ് പറ്റിയത്? ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംഡ് അപ്പ് എ ട്രീ. ആ അണ്ണാൻ പെട്ടെന്ന് ഓടി ഒരു മരത്തിൻ്റെ മേളിൽ കയറി. ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ ചാടി കയറുക. ഒരു മരത്തിലേക്ക് ചാടി കയറി അത് രക്ഷപ്പെട്ടു പൂച്ചയുടെ അടുത്ത് നിന്നും. ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ക് ദ കാറ്റ്. അപ്പോൾ അണ്ണാൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ചിൽ 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 എന്നല്ലേ? അപ്പോൾ അണ്ണാൻ ആ ഒരു സൗണ്ട് എടുത്തിട്ട് ആ പൂച്ചയെ കളിയാക്കി. കാരണം എന്താണ്? അണ്ണാനെ പിടിക്കാനായിട്ട് പൂച്ചയ്ക്ക് പറ്റിയില്ലല്ലോ. അപ്പോൾ അതിന് അണ്ണാൻ പൂച്ചയെ കളിയാക്കി. ദ കാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. പക്ഷേ പൂച്ച എന്ത് ചെയ്തു? പൂച്ചയും ആ മരത്തിലേക്ക് ചാടിക്കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്. റോക്കി എന്താ ചെയ്തത്? ആ മരത്തിന് താഴെ നിന്നു. സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നു. റോക്കി ആ മരത്തിന് താഴെ നിന്നിട്ട് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്, പൂച്ചയെ ഇങ്ങനെ നോക്കി. ഇനി ഇതിൻ്റെ ചോദ്യം നോക്കാം കേട്ടോ. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? ആ പൂച്ച, വാട്ട് വിൽ ദ കാറ്റ്, ആ പൂച്ച റോക്കിയുടെ അടുത്ത് എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കാം? ആ പൂച്ചയാണെങ്കിൽ അണ്ണാനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഓടുന്ന സമയത്ത് റോക്കി വന്ന് പൂച്ചയെ ഓടിച്ചിടാൻ നോക്കിയപ്പോൾ പൂച്ചയ്ക്ക് അണ്ണാനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിൽ പൂച്ചയ്ക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ റോക്കിയുടെ അടുത്ത്. അപ്പോൾ റോക്കിയുടെ അടുത്ത് എന്തായിരിക്കാം പൂച്ച പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളോടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും നീ ഭയങ്കര ക്രൂരനാണ്, നീ ഭയങ്കര ദുഷ്ടനാണ് അല്ലേ, എന്നെ അണ്ണാനെ പിന്തുടരാൻ നീ സമ്മതിച്ചില്ലല്ലോ, അപ്പോൾ യു ആർ വെരി ക്രൂവൽ. ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂരൻ എന്നുള്ളൊരർത്ഥമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഉത്തരം പറഞ്ഞാലും മതി കേട്ടോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു അണ്ണാൻ മരത്തിൻ്റെ മേളിൽ നിൽക്കുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൂച്ച അണ്ണാനെ പിന്തുടർന്ന് മരത്തിൻ്റെ മേളിലേക്ക് കയറി പോകുന്നത് കൊടുത്തിട്ടുണ്ട്. ആ പൂച്ചയെ പിന്തുടരുന്ന റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി മരത്തിന് താഴെ നിൽക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ടത്. ഇനി അടുത്ത ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ദ കെയറിങ് ക്രോ. കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ നമ്മൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പരിപാലിക്കുക. അതാണ് കെയറിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്
കെയറിങ് ക്രോ എന്നാണ്, കരുതലുള്ള. മറ്റുള്ളവരെ നമ്മൾ ഒത്തിരി സംരക്ഷിക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആളുകളെ നമ്മൾ കരുതലുള്ള ആളുകളെന്ന് പറയും, മറ്റുള്ളവരെ കരുതുന്ന ആളുകൾ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും നമ്മളെ കെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് എപ്പോഴും നമ്മളെ കെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ആരാണ് കെയറിങ് ആയിട്ടുള്ളത്? ക്രോയാണ്, ദ കെയറിങ് ക്രോ. അപ്പോൾ നമുക്ക് നോക്കാം. ദ കെയറിങ് ക്രോ എന്ന് പറഞ്ഞാൽ കരുതലുള്ള കാക്ക. ഇനി ആ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. The squirrel disappeared among the leaves. The cat looked down. He saw Rocky trying to climb up the tree. The cat jumped down and escaped. The crow saw it. Her nest was on that tree. Her chicks were in it. She was afraid. She started circling around Rocky. Rocky stood up on his hind legs. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വരിയുടെ അർത്ഥം നോക്കാം. ദ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ അണ്ണാൻ, ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്, ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി. അമംഗ് ദ ലീവ്സ്, ആ മരത്തിൻ്റെ ഇലകൾക്കിടയിലേക്ക് അത് ഒളിച്ചു കയറി ആ അണ്ണാൻ എവിടേക്കോ മറഞ്ഞു, ഡിസപ്പിയർഡായി, അപ്രത്യക്ഷമായി. ദ ക്യാറ്റ് ലുക്ക് ഡൗൺ, ആ പൂച്ച അപ്പോൾ താഴേക്ക് നോക്കി. താഴെ ആരായിരിക്കും നിൽക്കുന്നുണ്ടാവുക? റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി അല്ലേ? ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അപ്പോൾ പൂച്ച താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഹി സോ റോക്കി, ആ റോക്കിയെ കണ്ടു, ആ നായ്ക്കുട്ടിയെ കണ്ടു. അവൻ എന്ത് ചെയ്യായിരുന്നു? ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ, ആ മരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റോക്കി അപ്പോഴും. ദ ക്യാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. അപ്പോൾ ആ നായ്ക്കുട്ടിയുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ക്യാറ്റ് എന്ത് ചെയ്തു? ദ ക്യാറ്റ്, പൂച്ച, ജംപ്ഡ് ഡൗൺ, താഴേക്ക് ചാടിയിട്ട് എസ്കേപ്പ് ചെയ്തു. എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓടി ഒളിച്ചു. ഇതൊക്കെ ആരാ കണ്ടത്? ദ ക്രോ സോ ഇറ്റ്, ഒരു കാക്ക. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഒരു കാക്കയുടെ കാര്യം. ആ കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ, അവളുടെ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്, കാക്കയുടെ കൂട്. വാസ് ഓൺ ദാറ്റ് ട്രീ, ആ മരത്തിലായിരുന്നു ആ കാക്കയുടെ കൂട്. അതുകൊണ്ട് അവൾ ആ കൂട്ടിലിരുന്ന് അല്ലെങ്കിൽ ആ മരത്തിലിരുന്ന് താഴെ നടക്കുന്ന എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്, അവളുടെ കുഞ്ഞുങ്ങൾ എന്തെന്നാണ് വിളിക്കുന്നത്? കാക്കയുടെ കുഞ്ഞുങ്ങളെ ചിക്സ് എന്നാണ് വിളിക്കുന്നത്. അവളുടെ കുഞ്ഞുങ്ങളൊക്കെ ആ കൂടിൻ്റെ അകത്തുണ്ടായിരുന്നു. വേർ ഇൻ ഇറ്റ്, അതിലുണ്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ, ഇറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടിൽ. ഷി വാസ് അഫ്രൈഡ്, അപ്പോൾ അവൾ പേടിച്ചു പോയി. ഷി വാസ് അഫ്രൈഡ് കാരണം എന്താണ്? കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാം ആ കൂടിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ റോക്കി എന്ന് പറഞ്ഞ പപ്പിയാണെങ്കിൽ മരത്തിലേക്ക് കയറാനും നോക്കുകയാണ്. അപ്പോൾ റോക്കി എങ്ങനെ മരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കയുടെ കുഞ്ഞുങ്ങളും പേടിക്കും അല്ലേ? ആ നായ്ക്കുട്ടിയെ പേടിച്ച് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാക്ക ഭയപ്പെട്ടത്. ഷീ വാസ് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ് അർത്ഥം. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. കാക്ക എന്ത് ചെയ്ത്? വേഗം പറന്ന് താഴേക്ക് വന്നിട്ട് റോക്കിയുടെ ചുറ്റും പറക്കാൻ തുടങ്ങി. സർക്ലിംഗ് എന്ന് പറഞ്ഞാൽ വട്ടം ചുറ്റി പറക്കുക. ഈ കാക്ക സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. ഈ റോക്കിയുടെ ചുറ്റും, അറൗണ്ട് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ. കാക്ക ഈ ഒരു പട്ടിക്കുട്ടിയുടെ ചുറ്റും വട്ടം ചുറ്റി പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. റോക്കി എന്ത് ചെയ്തു? സ്റ്റുഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു. ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ഹിൻഡ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നായ്ക്കുട്ടികൾക്ക് അല്ലെങ്കിൽ 4 കാലുള്ള മൃഗങ്ങൾക്ക് 2 കാല് മുന്നിലും 2 കാല് പിന്നിലും ആയിരിക്കും. അപ്പോൾ മുന്നിലുള്ള കാലുകളെ 4 ലെഗ്സ് എന്നും പിന്നിലുള്ള കാലുകളെ ഹിൻഡ് ലെഗ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഹിൻഡ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ പുറകിലുള്ള 2 കാലുകൾ. അത് ആ 2 കാലുകളും കുത്തിയിട്ട് ഫ്രണ്ടിലുള്ള 2 കാലുകളും മരത്തിലേക്ക് വെച്ച് റോക്കി എഴുന്നേറ്റ് നിന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അതാണ് ചോദ്യം. അപ്പോൾ റോക്കി മരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്തായിരിക്കാൻ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? റോക്കി മരത്തിലേക്ക് ചാടി കയറിയിട്ടുണ്ടാവുമോ? അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ എഴുതുക അല്ലേ. റോക്കി ക്ലൈംഡ് അപ്പ് ദ ട്രീ എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ദ ഹംഗ്രി ക്രോ, അതാണ് അടുത്ത ഭാഗം. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പുള്ള എന്നാണ് അർത്ഥം. വിശപ്പുള്ള ആരാണ്? കാക്ക. ദ ഹംഗ്രി ക്രോ എന്ന് പറഞ്ഞാൽ വിശപ്പുള്ള കാക്ക. ഇനി ആ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. റോക്കി walked back. On the way he got a bone. He sat on the grass and started chewing it. Wow, munchy, whoosh. He closed his eyes in joy. The crow was observing the scene. She was very hungry. She snatched the bone and flew away.
"Oh, you naughty crow," Rocky barked. He did not know what to do. He jumped up and down several times. He scratched his head and rolled in the mud. Slowly, he calmed down. അപ്പോൾ ഇത്രയാണ് അടുത്ത പാരഗ്രാഫ്. ഇനി നമുക്കിതിൻ്റെ ഓരോ വരികളുടെ അർത്ഥം നോക്കാം. റോക്കി വോക്ക്ഡ് ബാക്ക്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച എന്താ റോക്കി ആ മരത്തിൽ കയറി കാണുമെന്ന് അല്ലേ? പക്ഷേ റോക്കി മരത്തിൽ കയറിയോ ഇല്ല. റോക്കി വോക്ക്ഡ് ബാക്ക്. അവൻ തിരിച്ചു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. അപ്പോൾ തിരിച്ചു നടന്നപ്പോൾ അവന് വഴിയിൽ വെച്ച്, ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ചിട്ട് ഹി ഗോട്ട് എ ബോൺ. റോക്കിക്ക് എന്താ കിട്ടിയത്? ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടി. ബോൺ എന്ന് പറഞ്ഞാൽ എല്ല്, ഒരു എല്ല് കിട്ടി അവന്. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ചൂയിങ് ഇറ്റ്. പട്ടികൾക്ക് അല്ലെങ്കിൽ നായ്ക്കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളതല്ലേ ഈ എല്ലെന്ന് പറയുന്നത്. അപ്പോൾ റോക്കിക്ക് ആ ഒരു എല്ല് കിട്ടിയപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ ഒരു പുല്ലിലിരുന്നു. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ്. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. അവൻ ഒരു പുല്ലിലിരുന്നിട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ചൂവിങ് ഇറ്റ്. ആ എല്ല് കടിച്ച് ചവയ്ക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ചൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചവയ്ക്കുക. ആ എല്ല് ഇങ്ങനെ ചവയ്ക്കാൻ തുടങ്ങി വായിലിട്ട്. ഇനി അടുത്തത് എന്താണ്? ആ പട്ടി പറയുന്ന ഡയലോഗാണ്. കണ്ടോ, ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് കണ്ടോ, വാവ് മഞ്ചി വൂഷ് എന്നൊക്കെ ഉള്ളത് എന്താണ്? ആ റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടിയുടെ എക്സ്പ്രഷനാണ്. അവൻ പറയുന്നതാണ് അല്ലേ? അവന് ഇഷ്ടമുള്ള ഒരു എല്ല് കിട്ടിയപ്പോൾ അവൻ അത് ചവച്ചപ്പോൾ അവൻ പറയാണ്, ഹാ എന്ത് രസം, എന്ത് രുചിയാ എന്നൊക്കെ അവൻ പറയാണ്. മഞ്ചി എന്ന് പറഞ്ഞാലും വൂഷ് എന്ന് പറഞ്ഞാലും ഭക്ഷണം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളാണ്. എന്ത് രുചി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെയാണ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഹി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകൾ അവൻ അടച്ചു. എൻജോയ്, സന്തോഷത്തിൽ. കാരണം അത്രയ്ക്കും രുചികരമായൊരു ഭക്ഷണമാണ് അവൻ തിന്നുന്നത് അല്ലേ? അപ്പം അത് കുറച്ചുകൂടി ആസ്വദിക്കാൻ വേണ്ടി അവൻ കണ്ണുകളൊക്കെ അടച്ചു. അതിൻ്റെ രുചിയൊക്കെ അങ്ങ് മനസ്സിലങ്ങോട്ട് കൊണ്ടുവന്നു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. അപ്പോൾ ഇതെല്ലാം ആരാ കാണുന്നുണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കാക്ക. കാരണം കാക്കയുടെ ഒരു കൂട് മരത്തിന് മേളിലല്ലേ? അപ്പോൾ കാക്ക മേളിലിരുന്ന് ഇതെല്ലാം കാണുകയുണ്ടോ. റോക്കി എന്ന് പറഞ്ഞ ആ പട്ടിക്കുട്ടിക്ക് ഒരു എല്ല് കിട്ടുന്നത്, അവനത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുന്നതൊക്കെ. ദ ക്രോ വാസ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ട് മനസ്സിലാക്കുക, നിരീക്ഷിക്കുക. ദ സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ച. ആ കാക്ക ആ നായ്ക്കുട്ടിയുടെ ആ ഒരു കാഴ്ച, എല്ല് കടിച്ചു തിന്നുന്ന ആ ഒരു കാഴ്ച നല്ലപോലെ കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. ഷീ എന്ന് പറയുന്നത് ആരാണ്? അവളെന്ന് ഉദ്ദേശിക്കുന്നത് കാക്കയ്ക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പ്. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. അവൾ എന്ത് ചെയ്തു? ആ എല്ല് സ്നാച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. തട്ടിപ്പറിക്കുക അല്ലേ? നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു ഒരാളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കില്ലേ, അതിന് പറയുന്ന വാക്കാണ് സ്നാച്ച് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും കാണാതെ മനസ്സിലിപ്പോൾ തന്നെ അത് പഠിച്ചു വെക്കുക. സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക എന്നാണ് അർത്ഥം. ഷീ സ്നാച്ച്ഡ് ദ ബോൺ. ആ കാക്ക വേഗം വന്നിട്ട് റോക്കി എന്ന് പറയുന്ന പപ്പിയുടെ കയ്യിൽ നിന്നും ആ എല്ല് തട്ടിപ്പറിച്ചു. ആൻഡ് ഫ്ലൂ അവേ എന്ന് പറഞ്ഞാൽ ഫ്ലൈ അവേ, പറന്നുപോയി. അവൾ പറന്നുപോയി. ആ ഒരു എല്ല് എടുത്തിട്ട് പറന്നുപോയി. ഇതേ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? കാക്കയുടെ കയ്യിൽ ആ ഒരു എല്ലിരിക്കുന്നത് പട്ടി ചവച്ചുകൊണ്ടിരുന്ന വെച്ചാൽ എല്ലിൻ്റെ കഷ്ണമാണ്. കാക്ക ഇപ്പോൾ അത് തട്ടിപ്പറിച്ചിട്ട് അവൾ പറന്നു പോവുകയാണ് അതെടുത്തിട്ട്. ഓ യു നോട്ടി ക്രോ, റോക്കി ബാക്ട്. അപ്പോൾ റോക്കി കുരച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു. റോക്കി എന്താ പറഞ്ഞത്? ഹോ കുസൃതിക്കാരനായ കാക്കേ എന്ന് പറയാണ്. നോട്ടി എന്ന് പറഞ്ഞാൽ കുസൃതിക്കാരനായ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുസൃതിയൊക്കെ ഒപ്പിക്കില്ലേ, വഴക്കൊക്കെ ഒപ്പിക്കില്ലേ, അതിനെയാണ് പറയുന്നത്. ഓ യു നോട്ടി ക്രോ, ശല്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ റോക്കി പറയാണോ, കുസൃതിയായ കാക്കേ നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. റോക്കി ബാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടി കുരയ്ക്കുന്നതിനെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ഹീ എന്ന് പറയുന്നത് ആരെയാണ്? റോക്കി എന്ന് പറയുന്ന പട്ടിക്കുട്ടി. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എന്താണ്? ഇത്ര നേരം അവൻ ആ ഒരു എല്ല് ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു എല്ല് ആരാ തട്ടിയെടുത്തത്? കാക്ക തട്ടിയെടുത്തു അല്ലേ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. അവൻ കുറേ തവണ മേളിലേക്കും താഴേക്കും ചാടി നോക്കി. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ആ കാക്കയുടെ കയ്യിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കി. അതിനുവേണ്ടി അവൻ ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടുക. അപ്പ് ആൻഡ് ഡൗൺ, മേളിലേക്കും താഴേക്കൊക്കെ അവൻ സെവറൽ എന്ന് പറഞ്ഞാൽ പല തവണ. ടൈംസ് എന്ന് ഉദ്ദേശിക്കുന്നത് തവണകൾ. പല തവണ അവൻ ഇങ്ങനെ ചാടി നോക്കി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? തല ചൊറിയുന്നതിനെയാണ് സ്ക്രാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം അവന്
കിട്ടിയില്ല അല്ലേ. അപ്പോൾ അവൻ ആ ഒരു ദേഷ്യത്തിൽ അവൻ്റെ തല ഇങ്ങനെ ചൊറിഞ്ഞു. ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. ആ ഒരു വിഷമത്തിൽ അവൻ ആ ചെളിയിൽ കിടന്ന്, മഡ് എന്ന് പറഞ്ഞാൽ ചെളിയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഉരുണ്ട് മറിയുക, അതിനെയാണ് പറയുന്നത്. സ്ലോലി ഹി കാം ഡൗൺ. സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ അവൻ, കാം ഡൗൺ എന്ന് പറഞ്ഞാൽ ശാന്തനായി. അവൻ്റെ ദേഷ്യമൊക്കെ ഒരുവിധം കുറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. ആണോ, കാക്ക വന്നു ആ എല്ല് എടുത്തുകൊണ്ട് പറന്നു പോകുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? റോക്കി ബാർക്ക്ഡ് aloud and jumped up and down several times. Why? ഇതാണ് ചോദ്യം. റോക്കി ബാർക്ക്ഡ് aloud. ബാർക്ക് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക, aloud എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ. റോക്കി ഉച്ചത്തിൽ കുരച്ചു. ആൻഡ് jumped up and down several times. അവൻ ഒത്തിരി പ്രാവശ്യം മേളിലേക്കും താഴേക്കും ചാടി നോക്കി. വായ്, എന്തുകൊണ്ടാണ് റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി ഉറക്കെ കുരച്ചതും കുറേ തവണ അവൻ ചാടി നോക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ. അല്ലേ, ആ കാക്ക വന്ന് അവൻ്റെ എല്ല് തട്ടിയെടുത്തത് കൊണ്ട്. 3ാം ക്ലാസ്സിലെ 3ാം യൂണിറ്റായ ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ബാക്കി ഭാഗം വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.